നോർമലി നമ്മളൊരു ഫോം ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെക്സ്റ്റ് ബോക്സ് മാത്രമല്ല ആവശ്യം വരിക, നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വേണ്ടി വരും, മറ്റൊരുപാടെണ്ണം ആവശ്യമുണ്ടാവും. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിന് അതുപോലത്തെ കുറച്ച് കൺട്രോൾസിന് നമുക്ക് എങ്ങനെ ബൂട്ട് സ്ട്രാപ്പ് വെച്ചിട്ട് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ഡോക്യുമെൻറ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഫോം കൺട്രോൾ സെലക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്കറിയാം സെലക്ട് കൺട്രോൾ ആണ് നമ്മൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് പിന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ബൂട്ട്സ്ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് ഫോം ഹൈഫൺ സെലക്ട് എന്ന് പറയുന്ന ഒരു ക്ലാസ്. ഇതിൽ നമുക്കിവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിന് നമുക്ക് ക്ലാസ് ഈക്വൽ ടു ഫോം ഹൈഫൺ സെലക്ട് എന്ന് പറയുന്ന ക്ലാസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നല്ല വൃത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് സ്റ്റാക്ക് ബിറ്റ്സ് എടുത്തിട്ട് നോക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ കോഡിനെ നിങ്ങൾക്ക് ലോക്കലി കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നോക്കാൻ പറ്റും. ഞാനിവിടെ ഒരു ലേബൽ കൊടുക്കുന്നുണ്ട്, ക്ലാസ് ഈക്വൽ ടു ഫോം ഹൈഫൺ ലേബൽ എന്നുള്ളത് കൊടുത്തു. ഇതിൽ ഞാൻ ജെൻഡർ എന്നുള്ളത് കൊടുക്കുകയാണ്, സ്റ്റേറ്റ് എന്നുള്ളത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഞാനൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. സെലക്ട് സ്റ്റേറ്റ് കേരള, തമിഴ്നാടു, കർണാടക, ഇങ്ങനെ 3 ഓപ്ഷൻസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഞാൻ ഈ ക്ലാസ് ഈക്വൽ ടു ഫോം സെലക്ട് എന്നുള്ളത് കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇത് ഡിസ്പ്ലേ ചെയ്യൽ ഈ ഒരു രീതിയിലാണ്. ഇതാണ് ഡിഫോൾട്ടായിട്ടുള്ള നമ്മുടെ HTML വരുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ HTML ഭാഗമായിട്ട് വരുന്നതാണ് നമ്മൾ ഈ സെലക്റ്റഡ് എന്ന് പറയുന്നത്. നമ്മൾ ഏതിനാണോ കൊടുക്കുന്നത്, ഇപ്പോൾ ഞാൻ കേരളക്കാണ് ഞാൻ സെലക്റ്റഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കേരള ആയിരിക്കും ഇവിടെ സെലക്ട് ചെയ്ത് ഡിഫോൾട്ടായിട്ട് സെലക്ട് ആയി കിടക്കുന്നുണ്ടാവുക. നമുക്ക് ഇഷ്ടമുള്ളത് പിന്നീട് മാറ്റി കൊടുക്കാൻ പറ്റും, പക്ഷേ ഡിഫോൾട്ടായിട്ട് ലോഡ് ചെയ്യുന്ന സമയത്ത് സെലക്ട് ആയിട്ട് കിടക്കുന്നുണ്ടാവുക ഏതിനാണോ സെലക്റ്റഡ് കൊടുക്കുന്നത്. അത് HTML ബിഹേവിയർ ആണത്. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു ക്ലാസ് ഇതിനിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ കംപ്ലീറ്റ് ആയിട്ട് മാറി. ഒന്ന്, ഇത് ഫുൾ സ്ക്രീൻ ആയിട്ട് മാറി, നമ്മൾ ഇവിടെ കണ്ട ഫുൾ വിഡ്ത്തായിട്ട് മാറി. അത് നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പാരന്റ് ഡിബ് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് വിഡ്ത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഇതിന് തൽക്കാലം ഞാൻ സ്റ്റൈൽ കൊടുക്കുകയാണ്. അങ്ങനെ 250 പിക്സൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, പാരന്റിന് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ സൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ പാരന്റിൽ അത് 100% ആയിട്ടാണ് കിടക്കുക ഡിഫോൾട്ടായിട്ട്. അപ്പോൾ ഇവിടെ ഇത് കൊടുത്തോട് കൂടി ഇതിന് ലുക്ക് ആൻഡ് ഫീൽ നല്ല വൃത്തിയായിട്ട് വന്നു. അല്ല, അതാണ് ഈ ഫോം സെലക്ട് എന്ന് പറയുന്ന ക്ലാസ്. പിന്നെ സെലക്റ്റഡ് എന്നുള്ളത് ഡിഫോൾട്ടായിട്ട് ഏതിനാണ് നമ്മൾ കൊടുത്തത് അതാണ് ശരിക്കും ഡിഫോൾട്ടായിട്ട് സെലക്റ്റഡ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റും നമുക്ക്. അതാണ് അതിലുള്ളത്. പിന്നെ നമുക്ക് മറ്റേതിൻ്റെ പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ ഫോം കൺട്രോളിൽ പറഞ്ഞ പോലെ തന്നെ ഫോം സെലക്ട് LG ഉണ്ട്, SM ഉണ്ട്. 1 കൊടുത്തിട്ടില്ലെങ്കിൽ മീഡിയം സൈസാണ് വരിക. പിന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ മാറ്റണം. അങ്ങനെയാണ് ഇത് ഞാൻ ഫസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, പിന്നെ കൺട്രോൾ അല്ലെങ്കിൽ കമാൻഡ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അടുത്തത് ക്ലിക്ക് ചെയ്താൽ 2 എണ്ണം സെലക്ട് ചെയ്യാൻ പറ്റും. ഇനിയും കൺട്രോൾ അല്ലെങ്കിൽ കമാൻഡ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 എണ്ണം സെലക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് മൾട്ടിപ്പിൾ സെലക്ഷൻ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഞാൻ മൾട്ടിപ്പിൾ എന്നുള്ളത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൾട്ടി സെലക്ഷൻ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റായിട്ട് അത് മാറും. ലുക്ക് ആകെ മാറി. എനിക്കിവിടെ 2 എണ്ണം സെലക്ട് ചെയ്യാം, 3 എണ്ണം സെലക്ട് ചെയ്യാം, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ മറ്റുള്ളവർ പറഞ്ഞ പോലെ തന്നെ ഡിസേബിൾഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസേബിൾഡ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡിസേബിൾഡ് ആയിട്ട് വരും. ഡിസേബിൾഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആർക്കും അത് ഡാറ്റ എൻ്റർ ചെയ്യാൻ കഴിയില്ല, ഡിസ്പ്ലേ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് നമുക്ക് സെലക്ട് കൺട്രോളിലുള്ളത്. പിന്നെ അതിന് താഴെയുള്ളത് നമ്മൾ സാസ് വേരിയബിൾ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബിഹേവിയർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ആണ്. നമ്മൾ ബൂട്ട്സ്ട്രാപ്പിലെ
ഫോംസും അതേപോലെ ഫോംസിൽ ഡിഫറെൻറ്റ് കൺട്രോൾസും കാര്യങ്ങളും അതിൻ്റെ വാലിഡേഷൻസും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ബൂട്ട്സ്ട്രാപ്പിൽ കമ്പോണൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ഈ കമ്പോണൻസ് എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ ഒരു വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോമൺ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ടൂൾ ബാർ, ആപ്ലിക്കേഷൻ്റെ ഏറ്റവും മേലെ കാണുന്ന ഒരു ടൂൾ ബാർ, അതിൽ ലോഗോ ഉണ്ടാവും, മെനുകൾ ഉണ്ടാവും, സെർച്ച് ബാർ ഉണ്ടാവും, അതേപോലത്തെ കാര്യങ്ങൾ. അതേപോലെ ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള നാവിഗേഷൻസ് ഉണ്ടാവും, ഹെഡർ ഉണ്ടാവും, ഫൂട്ടർ ഉണ്ടാവും, അതേപോലെ മോഡൽ പോപ്പപ്പ് ആയിട്ട് വരേണ്ട കുറേ സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ആമസോണോ ഫ്ലിപ്കാർട്ടോ പോലത്തെ ഏത് ആപ്ലിക്കേഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മേലത്തെ ഒരു പോർഷൻ കാണാൻ പറ്റും. അതേപോലെ ഇതേപോലത്തെ സൈഡിൽ നിന്ന് ഉള്ള ഡ്രോവർ മെനു പോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സെർച്ച് ബാർ ഉണ്ടാവും, കോമൺ ആയിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതേപോലെ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഞാനൊരു വാച്ചസ് ഫോർ മാൻ എന്നുള്ള സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പ്രോഡക്റ്റ് കാർഡ് ഉണ്ടാവും. ഇതെല്ലാം പ്രോഡക്റ്റ് കാർഡുകളാണ് അല്ലെ. ഓരോരോ പ്രോഡക്റ്റും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഒരു കാർഡ് രീതിയിലാണ് ഇതിനെ കാണിച്ചിട്ടുള്ളത്. ഇത്രയും സൈസിലുള്ളൊരു കാർഡ്, അതിലൊരു ഇമേജ്, ടെക്സ്റ്റ്, ഇതെല്ലാം കോമൺ ആയിട്ട് എല്ലാവർക്കും ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ ഈവൻ ചിലപ്പോൾ ഇതിൽ പ്രോഡക്റ്റ് ആവണമെന്നില്ല, അതിന് പകരം ചിലപ്പോൾ സർവീസുകളായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ കോഴ്സുകളായിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ടാവും, പക്ഷേ കാർഡ് രീതിയിലായിരിക്കും കാണിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇതെല്ലാം കോമൺ ആയിട്ട് വരുന്ന കുറേ സിനാരിയോസാണ്. ഇങ്ങനെ ഈ സിനാരിയോസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ബൂട്ട്സ്ട്രാപ്പിൽ ഒരുപാട് കമ്പോണൻസ് ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ സിമ്പിളായിട്ടുള്ള കമ്പോണൻസ് ഉണ്ട്, കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ളതുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിലുള്ളതുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റാണ് ബട്ടൺ എന്ന് പറയുന്നത്. ബട്ടൺ ബൂട്ട്സ്ട്രാപ്പിൽ ഉപയോഗിക്കാൻ വളരെ സിമ്പിളാണ്. ക്ലാസ് ഈക്വൽ ടു BTN എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ, ബട്ടൺ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള BTN എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറിൽ ചെയ്യാൻ പറ്റും. അതിൽ BTN-പ്രൈമറി എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലൂ കളർ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കിട്ടും. അതേപോലെ സെക്കൻഡറി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്രേ കളർ, സക്സസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രീൻ കളർ, ഡേഞ്ചർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റെഡ് കളർ, വാർണിംഗ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ യെല്ലോ കളർ, ഇൻഫോ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബ്ലൂ കളർ. ഇനി ലൈറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത രീതിയിൽ, ഡാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട്, ലിങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹൈപ്പർ ലിങ്ക് പോലെ, ബട്ടൺ തന്നെയാണ് പക്ഷെ ഹൈപ്പർ ലിങ്ക് പോലത്തെ ലുക്ക് ആൻഡ് ഫീൽ. അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിങ്ങനെ ബട്ടൺ എന്നിട്ട് അതിന് ക്ലാസ് ഈക്വൽ ടു BTN നിർബന്ധമായിട്ടും കൊടുക്കണം. ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ BTN എന്തായാലും വേണം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി ഞാൻ BTN-പ്രൈമറി എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഞാൻ സബ്മിറ്റ് എന്നോ അല്ലെങ്കിൽ സേവ് എന്നോ എന്നുള്ള ബട്ടൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈമറി കളറിലാണ് കൊടുക്കുക. ഞാനിവിടെ വന്ന് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുത്തു കഴിഞ്ഞാൽ ലൈവ് സെർവറിൽ ഇത് ഓപ്പൺ ആവും, നമുക്കത് കാണാൻ പറ്റും ഈ ഒരു ബട്ടൺ. അപ്പോൾ ഞാൻ ഈ ഒരു BTN-പ്രൈമറി കൊടുത്തിട്ടില്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ബേസ് ബട്ടൺ നമുക്ക് കിട്ടും. അതിൽ ബാക്ക്ഗ്രൗണ്ട് കളർ രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സ്റ്റിൽ അത് ഒരു ബട്ടൺ ലുക്കിൽ തന്നെയാണ് ഉണ്ടാവുക. ഞാനിതിന് ഒരു സ്റ്റൈൽ കൊടുക്കുന്നുണ്ട്. ബീജ് കളർ ഞാൻ ഇതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏതാണോ നമ്മുടെ പാരൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത് വെച്ചിട്ടാണ് ഡിഫോൾട്ടായിട്ട് വരിക. ഇനി അതല്ലാതെ എനിക്ക് വേണ്ടത് BTN-പ്രൈമറി ആണെന്നുണ്ടെങ്കിൽ പ്രൈമറി എന്നത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിലല്ലാതെ ആ ബട്ടണ് സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടും. ഇനി സക്സസ് ആണെന്നുണ്ടെങ്കിൽ സക്സസ് എന്നുള്ളത് കൊടുക്കാൻ പറ്റും, അപ്പോൾ ഗ്രീൻ കളറിലുള്ളത് കിട്ടും. അങ്ങനെ ഡിഫറെൻറ്റ് കളറിലുള്ള ബട്ടൺസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഇതിൽ വരുന്ന മറ്റൊന്ന് വരുന്നതാണ് ഈ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ചില കേസിൽ നമുക്ക് ബട്ടൺ ആയിരിക്കും പക്ഷേ ലിങ്കിൻ്റെ രീതിയിൽ കാണിക്കേണ്ടി വരും. അതേപോലെ ചിലപ്പോൾ ഹൈപ്പർ ലിങ്ക് ആയിരിക്കും. അപ്പോൾ എനിക്കിത് ബട്ടണിന് വേണ്ടി മാത്രമല്ല കൊടുക്കാൻ പറ്റുക. ചിലപ്പോൾ ആങ്കർ ടാഗ് ആയിരിക്കും ഞാൻ കൊടുക്കുന്നുണ്ടാവുക. href ഈക്വൽ ടു ലെറ്റ്സ് cps www.keyboard.com. എന്നിട്ട് എനിക്ക് കൊടുക്കേണ്ട ടെക്സ്റ്റ് ഓപ്പൺ കീബോർഡ് വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ പോലെ എനിക്ക് കാണിക്കണം.
നോർമൽ രീതിയിൽ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് വരിക ഹൈപ്പർ ലിങ്ക് ആയിട്ടാണ് വരിക അല്ലേ, ലിങ്ക് പോലെ തന്നെയാണ് വരിക. ഇനി കളർ എടുത്ത് ഒഴിവാക്കുന്നുണ്ട്. നോർമൽ ലിങ്ക് പോലെ തന്നെയാണ് വരിക. എനിക്കിത് ബട്ടൺ രീതിയിലാക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ക്ലാസ് ഈക്വൽ ടു BTN എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അത് ബട്ടൺ രീതിയിലായിട്ട് മാറും. ഞാൻ BTN ഹൈഫൺ പ്രൈമറി എന്നുള്ളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ബട്ടൺ ലുക്കിൽ വന്നു, പക്ഷേ ആക്ച്വലി അത് ഹൈപ്പർ ലിങ്ക് ആണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ലിങ്കിലോട്ടെല്ലാം പോകും. ഓക്കെ, അപ്പോൾ തിരിച്ചും അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഉള്ളത് ബട്ടണാണ്, പക്ഷെ എനിക്ക് ലിങ്കിൻ്റെ രീതിയിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ പിടിച്ച് എനിക്ക് ലിങ്ക് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ബട്ടണെ പിടിച്ചിട്ട് ലിങ്ക് ആക്കാനും ലിങ്കിനെ പിടിച്ചിട്ട് ബട്ടൺ ആക്കാനുള്ള നമുക്ക് പറ്റും. ഏതിനു വേണമെങ്കിലും നമുക്ക് ഈ ക്ലാസ് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈലാണ്. അതെല്ലാം നിങ്ങൾക്ക് ഔട്ട്ലൈൻ മാത്രം കൊടുക്കണം എന്നുണ്ടെങ്കിൽ BTN ഔട്ട്ലൈൻ പ്രൈമറി എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഔട്ട്ലൈൻ പ്രൈമറി, സെക്കൻഡറി, സക്സ് റേഞ്ചിലുള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഡിസ്പ്ലേ ചെയ്യുക. ഓവർ ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് ഫില്ല് ചെയ്ത് കാണിക്കുള്ളൂ, അല്ലെങ്കിൽ അതൊരു ഔട്ട്ലൈൻ മാത്രം വെച്ചിട്ട് കാണിക്കാം. പിന്നെ അതിന് കുറച്ചും കൂടെ വലിയ ബട്ടൺ, ചെറിയ ബട്ടൺ അങ്ങനെയെല്ലാം ആക്കണം എന്നുണ്ടെങ്കിൽ കൂടാതെ ഇതെന്തായാലും വേണം. അത് കൂടാതെ BTN-LG ഉണ്ട്, BTN-SM ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഡിസേബിൾഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡിസേബിൾഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ എപ്പോഴും നമുക്കിപ്പം ഞാനൊരു പാരൻറ്റ് ഡിവ് കൊടുത്തു. എന്നിട്ട് ആ ഡിബിൻ്റെ ഉള്ളിൽ ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുന്ന രീതിയിലാണ്. ഡിസ്പ്ലേ ഗ്രിഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഗ്രിഡിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന രീതിയിൽ, കാരണം ഇതിന് പാരൻറ്റിൻ്റെ ഡിസ്പ്ലേ ഗ്രിഡാണ്. ഇപ്പം ഇതിൻ്റെ പാരൻ്റ് നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാരൻ്റ് ആയിട്ടുള്ള ഡിബിന് ഡിസ്പ്ലേ ഗ്രിഡ് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഇതിൽ നമ്മൾ ഡിസ്പ്ലേ ഗ്രിഡ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ടും ഫില്ല് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് കിട്ടുക. അതാണ് ബട്ടണിനെ കുറിച്ചുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് പിന്നെ ഇതിലുള്ളത് ടോഗിൾ ബട്ടണാണ്. ടോഗിൾ എന്നാൽ നമുക്കറിയാം ലൈറ്റും ഡാർക്കും ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അതിനെ ടോഗിൾ ചെയ്യുന്ന രീതിയിൽ. അപ്പം ഇതിൻ്റെ കേസിൽ നമ്മൾ BTN പ്രൈമറി എല്ലാം കൊടുക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ ഡാറ്റ BS എന്ന ബൂട്ട് സ്ട്രാപ്പിൻ്റെ ഷോർട്ട് ഫോമാണ്. ഡാറ്റ BS ടോഗിൾ ഈക്വൽ ടു ബട്ടൺ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ടോഗിൾ രീതിയിലുള്ള ബട്ടണാക്കി മാറ്റാൻ പറ്റുക. അപ്പോൾ ഇതിലവർ പറയുന്നുണ്ട് ആഡ് ഡാറ്റ -BS ടോഗിൾ ഈക്വൽ ടു BTN എന്ന് പറഞ്ഞ് കൊടുത്താൽ ടോഗിൾ ബട്ടൺ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും അതിനെ. പിന്നെ അതിന് ആക്റ്റീവ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇപ്പം ആക്റ്റീവായിട്ട് ഏതാണ് ടോഗിളായിട്ട് കിടക്കുന്നത് എന്നുള്ളത്. ടോഗിൾ ആക്റ്റീവ് മോഡിൽ കിടക്കണം എന്നുണ്ടെങ്കിൽ ആക്റ്റീവും ആക്റ്റീവ് അല്ലാത്തതും അങ്ങനെ രണ്ട് രീതിയിലാണ് ഉണ്ടാവും. അപ്പോൾ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് കളർ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ആക്റ്റീവായിട്ട് മാറുന്നതാണ്. ഞാൻ പേജ് ലോഡ് ചെയ്യുന്ന സമയം തന്നെ ഒന്നിനെ ആക്റ്റീവായിട്ട് നിർത്തണം എന്നുണ്ടെങ്കിൽ ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സും കൂടെ ആഡ് ചെയ്യുക. ഇതെല്ലാം CSS ക്ലാസ്സുകളാണ്. ഓക്കെ, ഇതാണ് ബട്ടൺ എന്ന് പറയുന്ന കമ്പോണൻറ്റ്. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് ആണ് ഈ ബട്ടൺ എന്ന് പറയുന്നത്.